ഇപ്പം എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഫുട്ബോളൊക്കെ ഒന്ന് മറന്ന് അല്ലേ, ഫാമിലീസിൻ്റെ കൂടെ ഒക്കെ ആഘോഷം എന്ന് വിചാരിക്കുന്നു. ഫുട്ബോൾ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബോറിംഗ് ക്രിസ്മസ് ആയിരുന്നു. ഒരു ബോക്സിംഗ് ഡേ ഫിക്സ്ചേഴ്സ് അങ്ങനെ കാര്യമായിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് 5:30 മുതൽ രാത്രി വരെ മാച്ചസ് ഉണ്ടാവും. ബോക്സിംഗ് ഡേ എന്ന് പറയുമ്പോൾ ഫോർ എ സ്പോർട്സ് ഫാൻ രാവിലെ ആഷസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ടെസ്റ്റ് മാച്ചസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നേരെ സൗത്ത് ആഫ്രിക്കയിൽ ബോക്സിംഗ് ഡേ ടെസ്റ്റ് മാച്ചസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈവനിങ് പ്രീമിയർ ലീഗ് ഉണ്ടാവും. അങ്ങനെ ആക്ച്വലി 24 hour ഡേയ്സ് ആയിരുന്നു പണ്ടൊക്കെ കേട്ടോ. ഇപ്പോഴല്ല, ഇപ്പൊ അതിനുള്ള ആരോഗ്യം ഇല്ല, അങ്ങനെ ഇരുന്ന് കാണാൻ സമയമില്ല. അപ്പോ ഞാനിന്ന് നമ്മൾ പോഡ്കാസ്റ്റ് ആക്ച്വലി നമ്മളിന്ന് വേണോ വേണ്ടിയോ എന്നൊക്കെ ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ മാച്ചിനും പ്രിവ്യൂ ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ചെയ്തു. ഇന്ന് ലൈവ് പോയാലോ ട്രാൻസ്ഫർ സീസണിന്റെ വിൻഡോന്ന് വിചാരിച്ചു. അതും കാര്യമായിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. എനിവേ, ഐ തിങ്ക് വാട്ട് വി ഫീൽ അബൌട്ട് ദ വീക്കെൻഡ്, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ടൈം ആവുമ്പോൾ ഒരു ലിവർപൂൾ ഫാൻ എന്തോ സംഭവിച്ചു, സ്റ്റക്കായിരുന്നുകൊണ്ട് ഇന്റർനെറ്റിന്റെ എന്തോ പ്രശ്നമാണ് തോന്നുന്നു. അതെ, ക്രിസ്മസ് സമയമാകുമ്പോ ലിവർപൂൾ ഫാനിനെ സംബന്ധിച്ച് സോറി അപ്പൊ ഒരു ആകാംക്ഷ ഇല്ലായ്മയുണ്ട്. ലൈക്ക് വാട്ട് ഇസ് ദ സീസൺ അല്ലെ, എന്താണ് ഒരു സീസണിനെ കുറിച്ച് നമ്മൾ വോൾഫ്സ് ഗെയിമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ടേബിളില് ലാസ്റ്റ് 5 കളി വെച്ച് നോക്കുമ്പോൾ വി ആർ നോട്ട് ഇൻ എ ടെറിബിൾ സിറ്റുവേഷൻ. ഒരു ഡിസാസ്റ്റർ എന്ന് പറയാനില്ല, പക്ഷെ കളി ആസ്വദിക്കാൻ പറ്റാത്തതിന്റെയും ഇസാക്ക് ഇഞ്ചുറി, കുറെ പേര് ഇഞ്ചുറീസ്, എന്താ പറയാ, സോ ഫാർ ദിസ് സീസൺ ഹാസ് ബീൻ one to forget for me. One to forget not in the sense like ഒരു അതായത് നെഗറ്റീവ്സ് ആണെങ്കിലും ഒരു തരം മടുപ്പ്, എന്തോ ഒരു ഫീലിംഗ് ഇല്ലായ്മ. അതാണ് ആക്ച്വലി നെഗറ്റീവ് അല്ല, ഒരു നംനെസ്. യു നോട്ട് ഇൻവോൾവ് ഇൻ ദ സീസൺ. അതായത് സീസൺ ശരിക്കും ഒരു മിഡ് പോയിന്റിൽ എത്തിയെന്ന് തോന്നുന്നില്ല. എന്താണ് ഗണേശൻ ഒന്ന് സീസൺ അതെ ക്രിസ് പറയുന്നത് മിക്ക ആൾക്കാരും അഗ്രി ചെയ്യുന്ന കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാല് ഒരു മാച്ച് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു മിസ്സായ ഒരു ഫീലില്ല. അയ്യേ നമ്മൾ മാച്ച് കണ്ടില്ലല്ലോ, കാണാൻ പറ്റില്ലല്ലോ, പുറത്താണ്, അങ്ങനെ ഒരു ഫീൽ. നമ്മൾ എന്താ ചെയ്യാൻ കാണിച്ചു വിട്ടാൽ നമുക്ക് അറിയാലോ, അങ്ങനെ ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആയി കഴിഞ്ഞു. സോ മേ ബി സീസൺ കഴിഞ്ഞിട്ടില്ല, ഡിസംബർ ആയിട്ടുള്ളൂ, ചിലപ്പോൾ ഇമ്പ്രൂവ് ആവാൻ സാധ്യതയുണ്ട്. നമ്മള് ജയിച്ചുകൊണ്ട് വരുന്നുണ്ട്. സോ എന്നാലും ജയിച്ചു കഴിഞ്ഞാലും ഒരു മെച്ചപ്പെട്ട പെർഫോമൻസ് എന്ന് പറയാൻ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നില്ല. മേ ബി സ്പേഴ്സ് ഗെയിം, ലാസ്റ്റ് ഗെയിം ഒരുവിധം കളിച്ചു, പക്ഷെ ഇഞ്ചറീസ് ആണ്, റഫ് ഗെയിമായി, ഫിസിക്കൽ ഗെയിമായി, നമുക്ക് അതൊന്നും കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗെയിംസ് നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു സീസൺ തുടക്കം മുതൽ ഇവിടെ ഈ ഗെയിം വരെ. അവിടെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് സ്റ്റാർട്ടിങ്ങിൽ ഇറ്റ് വാസ് എ ഗുഡ് ഫീലിംഗ്. ഓക്കെ, നമ്മള് ഓഫ് ടു എ ഗുഡ് സ്റ്റാർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു 4 to 5 ഗെയിംസ് ഒക്കെ കേൾക്കുമ്പോൾ പിന്നീട് തോൽവികളായി, പിന്നെ വി ആർ ബാക്ക് ഓൺ ട്രാക്ക്, 5-6 wins in a row ആയി. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ് നൗ. സോ ഹോപ്പ് ക്രിസ്മസ് ചേഞ്ചസ് എവറിത്തിങ്. അങ്ങനെ ഒരു ഹോപ്പില് വേണം മുന്നോട്ട് പോവാൻ. അതെ, എനിക്ക് ഈ സീസണിന്റെ സ്റ്റാർട്ടിങ് സീസൺ തുടങ്ങിയപ്പോ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ഇതിലല്ല നമ്മുടെ സീസൺ തുടങ്ങിയത് തന്നെ. ആദ്യം ഡിയേഗോ യോട്ടയുടെ ന്യൂസ് ആയിരുന്നു സീസൺ തുടങ്ങുന്നതിന് മുമ്പ്, പ്രീ സീസണിൽ. അത് ഭയങ്കരമായിട്ട് ബാധിച്ചു, നമ്മുടെ ഫാൻസിനെയും ഭയങ്കരമായിട്ട് ബാധിച്ചു ആ കാര്യങ്ങൾ, അതുപോലെ പ്ലേയേഴ്സിനെയും ബാധിച്ചു. അതൊന്ന്. രണ്ട്, നമ്മുടെ പോസിറ്റീവായിട്ട് പിന്നെ വന്ന് ഒരുപാട് ട്രാൻസ്ഫർ സൈനിങ്സ് ആണ്. നമ്മൾ ഒരുപാട് നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു. ഇസാക്ക് ആയാലും, വേർഡ്സ് ആയാലും, ഫ്രിംപോങ് ആയാലും, കെർക്കസ് ആയാലും, അങ്ങനെ നല്ല ക്വാളിറ്റി എന്ന് നമ്മൾ തോന്നുന്ന യങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ നമ്മൾ കുറെ സൈൻ ചെയ്തപ്പോൾ അതൊരു നല്ല മൊമെന്റ് നമുക്ക് ഫീൽ ചെയ്തു.
പിന്നെ വന്നത് പിന്നെ ഒരു ട്രാൻസിഷന്റെ കാലമാണെന്ന് നമുക്ക് തോന്നി. ഒന്ന് പ്ലേയേഴ്സ് പുതിയത് വന്നു, രണ്ട് അസിസ്റ്റന്റ് മാനേജർ മാറി, കോച്ചിങ് സ്റ്റാഫിൽ മാറ്റം വരുന്നു, പിന്നെ സ്ലോട്ട് കുറച്ചും കൂടിയും സ്ലോട്ടിന്റെ ഒരു സ്റ്റൈല് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന സീസണാന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ പ്രീ സീസണിൽ മുതലൊക്കെ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ സീസൺ തുടങ്ങിയപ്പോ 5 കളി ജയിച്ചു കണ്ടിന്യൂസ്. നമ്മൾ ഒരു നല്ല പോസിറ്റീവ് ഇതിലാണ്. പക്ഷെ ആ ജയങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിച്ച് ജയിക്കുക. അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് ടൈറ്റിൽ അടിക്കുന്ന ടീമുകൾ അങ്ങനെയാണ് തോൽക്കാൻ സാധ്യതയുള്ള കളികളും ജയിക്കും എന്നുള്ള ഒരു ഇതിലൊക്കെയാണ്. അങ്ങനെ ഭയങ്കര പോസിറ്റീവ് മൂഡിലായിരുന്നു. പിന്നെ പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് താഴ്പോയി. ഒറ്റയടിക്ക് നമ്മള് മാച്ചുകൾ ഇങ്ങനെ തോൽക്കാൻ തുടങ്ങി. തോക്കുക ജയിക്കാൻ പറ്റാതെ ഹോം മാച്ച് തന്നെ തോക്കുന്ന അവസ്ഥ. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. ആകെ ഈ സ്ലോട്ടിനെ മാറ്റണം എന്നുള്ള കുറെ ഒരു ഫാൻസിൽ തന്നെ ഡിവിഷൻ വന്നു. സ്ലോട്ട് മാറണം, അല്ല സ്ലോട്ട് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. അങ്ങനെ ഒരു ഭയങ്കര പ്രതിസന്ധി. അതിന്റെ ഇടയിലാണ് പെട്ടെന്ന് പ്ലേയേഴ്സിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ. സല പോസ്റ്റ് ഇടുന്ന ഒരു സംഭവം, സല മീഡിയക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത്, അതിനു മുമ്പ് തന്നെ നമ്മുടെ ട്വിറ്ററിലൊക്കെ ലിവർപൂളിന്റെ പ്രൊഫൈൽ എടുത്ത് മാറ്റുക, അങ്ങനെയുള്ള അവസ്ഥകൾ. അപ്പൊ പ്ലേയേഴ്സിന്റെ ഇടയിൽ ഈഗോ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷൻ. അങ്ങനെ പല പ്രശ്നങ്ങളിലൊക്കെ ആകെ പ്രശ്നമായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ പിന്നെ പതുക്കെ സല ടീമിൽ നിന്ന് മാറി തുടങ്ങിയത് ഫസ്റ്റ് ലെവലിൽ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥ വരുന്നു സലയെ. അതിനുശേഷം പിന്നെ പെട്ടെന്ന് നമ്മൾ കുറെ കളി ഈ തോൽവി അറിയാതെ കുറച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 6 കളി തോറ്റിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് പതുക്കെ വന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു ഭയങ്കര നല്ല പെർഫോമൻസ് അല്ല, നല്ല റിസൾട്ട്സ് വെച്ച് തുടങ്ങി. പിന്നെ പെർഫോമൻസ് ഡിപ്പായി, പെർഫോമൻസ് പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു. ആ ട്രാൻസിഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പതുക്കെ നമ്മളിപ്പോ വീണ്ടും പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു എന്ന് തോന്നില്ല. അങ്ങനെ നിൽക്കുകയാണ്. സീസൺ എന്ന് പറഞ്ഞാൽ എല്ലാം വന്നു സീസണിൽ. സുദീപ് പറഞ്ഞ ഒരു സംഭവബഹുലമായ സീസണായി മാറി. ട്രാൻസ്ഫർ വിൻഡോന്റെ ഒരു ഹാങ് ഓവറിൽ ഒരുപാട് ഫാൻസ്, നമ്മളെല്ലാരും അടക്കം ഒരുപാട് പ്രതീക്ഷിച്ചു ഈ സീസൺ. ആ ഒരു പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്ന് മാത്രമല്ല, എല്ലാം കൂടെ ഒരു ഡാംപനർ ആയിരുന്നു സീസൺ സോഫാർ അല്ലെ. അതായത് വേർഡ്സ് സെറ്റിൽ ആയില്ല, ഇസാക്ക് കളിച്ചിട്ടേ ഇല്ല, എക്കിട്ടിക്ക് കളിച്ചു, കെർക്കേസ് നമ്മൾ വിചാരിച്ചൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പൊ നമ്മളൊരു സീസൺ തുടങ്ങുമ്പോൾ ഫ്രഷ്നെസ്സിൽ എക്സ്പെക്ട് ചെയ്യുന്ന പല സാധനങ്ങളും വന്നില്ല. അതോടൊപ്പം പോയ ഡിയാസ് ആണെങ്കിലും, അതായത് പ്രീ സീസണിൽ ആക്ച്വലി വർക്കായിരുന്നു. പ്രീ സീസൺ വേർഡ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സല വേർഡ്സ് പാസ് അത് ഇത് ഒന്നും അങ്ങനെ ക്ലിക്കായില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സീസൺ തുടങ്ങുമ്പോൾ ലീഗ് ജയിക്കും എന്നുള്ള ഒരു ടാഗ്, ഒരു പ്രതീക്ഷയിൽ നിന്ന് ഒരു ടോപ്പ് 4 സീസൺ ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു മിക്ക ഫാൻസിനും വന്നിട്ടുണ്ട്. 10 points ഓഫ് ദ ടോപ്പ്, ഓൺ പാർ വിത്ത് ടോപ്പ് 4. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് വി ഹാവ് ടു റീഅലൈൻ അല്ലേ. നമ്മുടെ ഒരു സീസൺ ഒരു ടോപ്പ് 4 സീസൺ ആയിരിക്കും ആസ് എ മിനിമം. ദാറ്റ് ഈസ്, പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഫോം പോലെ ഇരിക്കും. അല്ലാതെ ഈ സീസണിന് ഗണേശന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ലൈക്ക് ഡു യു എക്സ്പെക്ട് എ ട്രോഫി ദിസ് സീസൺ? ഓർ ബിക്കോസ് ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ആവുമ്പോൾ ഏകദേശം നമുക്ക് അറിയാം എന്താണ് വാട്ട് ഈസ് ഗോയിങ് ടു കം. നമ്മള് ഇനിയിപ്പോ ലാസ്റ്റ് ഇയർ അമോറിം ഒക്കെ ചെയ്ത ഒരു ടാക്ടിക്സ് ഉണ്ടായിരുന്നു. ലീഗ് ഗെയിം എന്തായാലും മറ്റേ ടോപ്പ് 4, അവർക്ക് ടോപ്പ് 4 ആയിരുന്നില്ല അന്ന് ലക്ഷ്യം. സംഹൗ ഗെറ്റിംഗ് ടു യൂറോപ്പ് ബൈ വിന്നിംഗ് ദ ടോർണമെന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലീഗ്. സോ അതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മേ ബി ഗെറ്റ് ഇൻ ടു ദ ടോപ്പ് 4 ഇൻ ദ ലീഗ്, ട്രൈ ടു പുട്ട് എ ഗുഡ് പെർഫോമൻസ് ഇൻ കപ്പ് ഗെയിംസ്. മേ ബി ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ, FA കപ്പ് ഇസ് ഓൾസോ ദെയർ. സോ പിള്ളേരെ വെച്ച് കളിപ്പിക്കാതെ നല്ലൊരു ടീം വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ട്രോഫി എങ്കിലും കിട്ടില്ല. സോ എൻ്റെ ഒരു അഭിപ്രായം അതാണ്. മേ ബി വി സ്റ്റിൽ ഹാവ് എ ചാൻസ് ടു ഗെറ്റ് എ കപ്പ്. മേ ബി നോട്ട് ഇൻ ടേംസ് ഓഫ് ലീഗിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. ലീഗില് ടോപ്പ് 4 വിൽ ബി ദ ടാർഗറ്റ്. ഇനി എന്തായാലും മേലെ പിടിച്ചാൽ എന്തായാലും കിട്ടില്ല, ടു ബി ഹോണസ്റ്റ്. സോ കപ്പ് ഗെയിംസ്, ചാമ്പ്യൻസ് ലീഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നല്ലൊരു, നമ്മൾ യൂഷ്വലി ചാമ്പ്യൻസ് ലീഗ് നല്ല പെർഫോമൻസ് കാഴ്ച വെക്കാറുണ്ട്, അപ്പാർട്ട് ഫ്രോം ദ PSV ഗെയിം എന്നാണ്. സോ
ചാമ്പ്യൻസ് ലീഗ് കപ്പ് ഗെയിം ആ ഒരു വൺ ഗെയിം അറ്റ് എ ടൈം ഇല്ല. അങ്ങനെ വരുമ്പോ അത് സൂക്ഷിച്ച് കളിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവിടെ എന്തായാലും ഒരു പ്രോഗ്രസ് കാണിക്കാൻ പറ്റുമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയാം. മേ ബി അതായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് മാനേജർ. ആസ് എ മാനേജർ സ്ലോട്ട് ഷുഡ് ഗോ ഫോർ എ ട്രോഫി. ആ സീസൺ ഒരു എംപ്റ്റി വോയിഡ് ആവാതിരിക്കാൻ ഒരു ട്രോഫി, എയ്തർ യു ഗോ ഫോർ FA കപ്പ് ഓർ ചാമ്പ്യൻസ് ലീഗ്. ചാമ്പ്യൻസ് ലീഗ് വിൽ ബി വെരി ക്രൂഷ്യൽ. അതെ, ചാമ്പ്യൻസ് ലീഗ് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടുത്തെ പ്ലേയേഴ്സിനും പല പ്ലേയേഴ്സിനും വീണ്ടും ചാമ്പ്യൻസ് ലീഗ് ജയിക്കണം എന്നുള്ളതുണ്ടാവും. ഇപ്പൊ സീസൺ തുടങ്ങുന്ന സമയത്ത് സല തന്നെ പറഞ്ഞിരുന്നു, സല തവണ ചാമ്പ്യൻസ് ലീഗാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോണേ എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു. കഴിഞ്ഞ തവണ PL കിട്ടിയ കാരണം അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. എനിവേ പ്ലേയേഴ്സിന് ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ ഉണ്ടാവുമായിരിക്കും. എന്തായാലും പ്രീമിയർ ലീഗിൽ ടോപ്പ് 4 എത്തുക എന്നുള്ളതേ സാധിക്കുള്ളൂ ഇനി എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടാവും. ഇനി ഒള്ളി മോട്ടിവേഷൻ നല്ല ഫൈറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ചാമ്പ്യൻസ് ലീഗാണ്. അപ്പൊ അതിന് എല്ലാവരും നന്നായിട്ട് അതിൽ വരുന്നതാണ് തോന്നുന്നത്. ഇനി വേറെ സാധ്യതകളില്ലല്ലോ നമുക്ക്. ഇനി വിൽ ഗോ, അതായത് ഇനിയിപ്പം ജാനുവരിയിൽ ആരെങ്കിലും വന്നാൽ ഒരു എനർജി വന്ന് അങ്ങനെയൊക്കെ എന്താ അറിയോ, അതായത് റിസൾട്ട്സിനെക്കാട്ടും ഒരു എക്സൈറ്റ്മെന്റ് കുറവ്. എവറി ഗെയിം ഇസ് എ ബാറ്റിൽ. നമ്മളൊരു സർവൈവൽ മോഡിലാണ് കളിക്കുന്നതും പെർഫോമൻസും. അതുകൊണ്ട് തന്നെ ഒരു എൻജോയ്മെന്റ് ഫാക്ടർ, ഒരു റൈവൽറി പോലും ഇല്ല. ആൻഡ് ഐ തിങ്ക് ലെറ്റ് us broaden the discussion about season so far to the league. When you look at the league, അപ്പൊ ആർസണലിന്റെ ആ ഒരു തേരോട്ടം എന്ന് പറയാനുള്ളൊരു അത് നിന്നു. just 2 points ahead of സിറ്റി. സിറ്റി ആണ് ഇപ്പം ഒരു അപ്വേർഡ് ട്രജക്ടറിയിൽ വന്നിരിക്കണം. അതർ ദാൻ സിറ്റി ആൻഡ് ആർസണൽ ആൻഡ് ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് ആസ്റ്റൺ വില്ല, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ലോങ് ദേ ക്യാൻ സസ്റ്റെയിൻ. എവറി അതർ ടീം ഹാസ് ബീൻ വെരി പുവർ. അപ്പം ലിവർപൂൾ ആണെങ്കിലും യുണൈറ്റഡ് ആണെങ്കിലും ചെൽസി ആണെങ്കിലും സ്പേഴ്സ് ആണെങ്കിലും നമ്മൾ സീസണിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഒരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ട്. ബോൺമത്തും ക്രിസ്റ്റൽ പാലസും കയറി വന്നു എന്ന്. പക്ഷെ അവർ ദേ ഓൾസോ ബീങ് പുവർ നൗ. ഒരു നവംബർ കഴിഞ്ഞിട്ട് അവരുടെ പെർഫോമൻസിലും ഡിപ്പായി. സോ ഓവറോൾ ഇറ്റ് ലുക്സ് ലൈക്ക് എ വെരി പുവർ സീസൺ ഇൻ പ്രീമിയർ ലീഗ്. ഇപ്പം ഒരുപാട് റൈവൽ ഫാൻസ് ലാസ്റ്റ് സീസൺ പുവർ ആണെന്ന് പറഞ്ഞിരുന്നു. ബട്ട് ലാസ്റ്റ് സീസൺ അറ്റ്ലീസ്റ്റ് വൺ ലിവർപൂൾ വാസ് ഡൂയിങ് ഗുഡ് ആൻഡ് ആർസണൽ വാസ് ദർ. They were there till about March. പക്ഷെ ഇത്തവണ പണ്ട് ടോപ്പ് 4 നേടിയെടുക്കലിനെ ഉപരി ഭേദപ്പെട്ട് കളിച്ചാൽ ടോപ്പ് 4 കിട്ടും എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നു പ്രീമിയർ ലീഗ്. അതൊരു വേൾഡ് കപ്പ് സീസൺ ആയതുകൊണ്ടാണോ അതോ എന്തുകൊണ്ടാണ്? അതായത് ഇപ്പൊ നാളെ ഞാൻ ഈ വീക്കെൻഡിലെ മാച്ച് നോക്കുമ്പോൾ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു നമ്മുടെ ആസ്റ്റൺ വില്ല ചെൽസി. But other than that, I'm really struggling to look for a story. Well, what is the story of the season if you look at it? Who is the story? But Haaland could be okay. He's scoring goals. നീണ്ട മോണോലോഗിലേക്ക് പോവാണ്. You can join in. We'll discuss. എന്താണ് നിങ്ങൾക്ക് ഇത്രയും ഹാഫ് സീസൺ കണ്ടിട്ട് ഒരു സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ അല്ലെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് or സ്റ്റാൻഡ് ഔട്ട് ടീമായി തോന്നിയിരിക്കുന്നത്? You can also include whoever we have Liverpool ആണെങ്കിലും ആർസണൽ ആണെങ്കിലും സൈൻ ചെയ്ത പ്ലേയേഴ്സ് ആണെങ്കിലും there is no stand out incoming also, I feel. ആരാണ്? ഞാൻ പോവാതെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് ഇത്തവണത്തെ സ്റ്റോറി 2 സ്റ്റോറീസ് ആണ്. ഒന്ന് സണ്ടർലാൻഡിന്റെ, അത് ടൈറ്റിൽ ഒരു ഇതിലേക്കല്ല, അവര് ഈ പ്രൊമോഷൻ കഴിഞ്ഞ് വന്ന ടീം വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുക. അവര് ന്യൂ കാസിലായിട്ടുള്ള ഡെർബി മാച്ച് അതും അവര് ജയിച്ചു. അവരങ്ങനെ ക്ലച്ച് മാച്ചസ്, അവര് ഇമ്പോർട്ടന്റ് മാച്ചസ് ജയിക്കുക, ഹോം മാച്ചിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുക. അവരാണ് ഒരു സ്റ്റോറി ഓഫ് ദി സീസൺ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആസ്റ്റൺ വില്ല തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇതുപോലൊരു സീസണിൽ നമ്മൾ ആലോചിക്കുന്നത്, ഇതുപോലൊരു സീസണിലാണ് ലെസ്റ്റർ സിറ്റി അവര് ചാമ്പ്യൻസ് ആയത്. ഇങ്ങനെ ബാക്കിയുള്ള ടീമുകളെല്ലാം ഇതുപോലെ താഴേക്ക് ഡിപ്പ് ചെയ്യുക, ഫോമൊക്കെ ഡിപ്പ് ചെയ്യുക, പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഈ ലെസ്റ്റർ സിറ്റി അവര് ആ ടൈറ്റിൽ അടിക്കുന്നതിലേക്ക് പോയത്.
ഇപ്പോ ആസ്റ്റൺ വില്ലയുടെ ഒരു രീതി ഇപ്പോ 8 മാച്ചൊക്കെ കണ്ടിന്യൂസ് ജയിക്കുക, വിന്നിംഗ് സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ടൈറ്റിൽ വിന്നിംഗ് ഫോമാണ്. അത് നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, സിറ്റിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളത്. പക്ഷെ അവരുടെ പോക്ക് അങ്ങനെ, അവര് വെറുതെ അങ്ങനെ ഒരു ജയിക്കുന്നതല്ല. അവരുടെ ഫോമിന് അങ്ങനെ പെട്ടെന്ന് ഡിപ്പ് ആവുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം അവർ തുടങ്ങിയത് മോശമായിട്ടാണ്. ആദ്യത്തെ ഗെയിം വീക്സിലൊക്കെ അവര് കുറച്ച് മോശമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവര് ഇതിലേക്ക് വന്നത്. ആദ്യം നമ്മൾ സാക്കി, ഞാൻ പറഞ്ഞിട്ട് ഇതില് ഫസ്റ്റ് സാക്കി എന്ന മാനേജർ ആളായിരിക്കും. പക്ഷേ പിന്നെ അവര് നല്ല ഇതിൽ പോവായിരുന്നു. അപ്പൊ അവരാണ് ഒന്ന് ഈ സ്റ്റോറി ഓഫ് ദി സീസൺ. അവര് ലീഗ് അടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. സിറ്റി ഓഫ് കോഴ്സ് സിറ്റി ഇസ് ദയർ. സിറ്റിക്ക് നമുക്ക് പറയാൻ പറ്റില്ല സിറ്റി എപ്പോഴാണ് ഇതിലേക്ക് പോകുന്നത്. കഴിഞ്ഞ സീസണിലെ പോലെയൊക്കെ പെട്ടെന്ന് ഡിപ്പ് വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള സ്റ്റോറി ഓഫ് ദി സീസൺ ഒന്ന് ആസ്റ്റൺ വില്ല ടൈറ്റിൽ ചലഞ്ചർ എന്നുള്ള രീതിയിലും, 2 സണ്ടർലാൻഡ് ഈ പ്രൊമോട്ടഡ് ക്ലബ്സിനെ അവരുടെ ഫെയ്റ്റിനെ നേരെ വിപരീതം മറിച്ച് അവര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഈ 2 ഇതുവരെയുള്ള പ്രീമിയർ ലീഗിൽ നമുക്ക് ഒരു സ്റ്റോറി എന്ന് പറയാനുള്ളത് എനിക്ക് ഫീൽ ചെയ്തത്. കറക്റ്റാണ്. എനിക്ക് പറഞ്ഞുള്ളൂ, ഞാൻ ആസ്റ്റൺ വില്ലയുടെ കാര്യം സുദീപ് പറഞ്ഞു. തുടക്കം നന്നായിട്ട് തന്നെ പാളി. അതായത് ഉനായ് എമറി ആദ്യം തന്നെ പോകുന്നു വിചാരിച്ചു, ബാക്കിയുള്ളവർക്ക് മുന്നേ. കഴിഞ്ഞ എന്താ പറയാ, ഒരു പ്രൊമോട്ടായി വന്ന ടീം തിരിച്ച് റെലഗേഷനിലേക്ക് പോകുന്നത്. അതായത് സണ്ടർലാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് പ്രൊമോട്ടായി വരുന്ന ടീം യൂഷ്വലി വന്ന് സെറ്റ് ആവാൻ സമയം എടുക്കും. അതുപോലെയായിരുന്നു ആസ്റ്റൺ വില്ലയുടെ സീസൺ തുടക്കം. സോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പെർഫോമൻസ്, അതായത് ഈ സ്കോറിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ പറയില്ലേ, ലൈക്ക് ഫൈനൽ ടൈമിൽ ഡ്രോ ആയി നിൽക്കുമ്പോൾ സ്കോർ ചെയ്യുന്ന, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുവൻഡിയുടെ ഗോള് ആർസണലിന്റെ കൂടെ. സോ അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കുറെ ഉണ്ട്. ഏതെങ്കിലും ഒരാൾ അടിക്കുന്നുള്ളൊരു ഫീൽ ഉണ്ട് കളി കാണുമ്പോൾ. തോൽക്കില്ല, ഏതെങ്കിലും ഒരുത്തൻ അവസാനം കൊണ്ട് അടിക്കും. അതായിരുന്നു നമ്മുടെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ കപ്പടിച്ചപ്പോ, ക്ലോപ്പിന് താഴെ കപ്പടിച്ചപ്പോ ഫൈനൽ ഇഞ്ചറി ടൈമിൽ മാനെ എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്. സോ അതുപോലുള്ള ഒരു സ്കോറിംഗ് ഇൻസ്റ്റിങ്, എവനെങ്കിലും ഒരുത്തൻ അടിക്കും, ആസ്റ്റൺ വില്ലയാണ്, എങ്ങനെയെങ്കിലൊക്കെ അവർ ജയിക്കും. ആ ഒരു ഫീല് ന്യൂട്രൽ ഫാൻസായി നമുക്ക് തന്നെ വരുന്നുണ്ട് കളി കാണുമ്പോൾ. സോ ഒരു നല്ലൊരു ഫയർ ഉണ്ട് കളി കാണാൻ തന്നെ രസമുണ്ടായിരുന്നു. സോ എന്റെ അഭിപ്രായത്തിൽ ആസ്റ്റൺ വില്ല ബിഗ് ചേഞ്ച്, നല്ലൊരു ട്രാൻസിഷൻ ആയിരുന്നു സീസൺ തുടക്കം മുതൽ. ഹൗ ദേ ആർ ഡൂയിങ് നൗ, നല്ലൊരു ട്രാൻസിഷൻ ആയിരുന്നു. Who do you think has been the player of the season so far? Haaland is one. Any other? Morgan Rogers for me is a team player. Goal അടിക്കുന്നത് മാത്രമല്ല, the work load he is putting is really good. Morgan Rogers. Sudhibno? Of course. റോജേഴ്സ് ഓഫ് കോഴ്സ് ഉണ്ട്. റോജേഴ്സ് ഈ പറഞ്ഞ പോലെ തുടക്കം ഒരു ഇത് വന്നേറുന്നില്ല. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഫോഡൻ സിറ്റിയിലെ ഫോഡൻ പിന്നെയും തുടങ്ങണ സമയത്ത് മോശമായിരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് ഫോഡൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. ഫോഡന് പറ്റിയൊരു പൊസിഷനിൽ ഇപ്പൊ കളിക്കാനും തുടങ്ങി. അങ്ങനെ ഫോഡനാണ് എന്നെ സംബന്ധിച്ചിപ്പോ ഒരു നല്ല സീസണുള്ള ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്തത്. നോക്കുമ്പോ 2 പ്ലേയേഴ്സും, ഒന്ന് സിറ്റിയുടെ അതിന് വില്ലയുടെ ടോപ്പിൽ നിൽക്കുന്ന ടീം. ന്യൂ കമർ ഓഫ് ദ സീസൺ ആരായിരിക്കും? You can say Eze പുതിയ സൈനിങ് ആയിട്ട് വന്ന പ്ലെയർ അല്ലേ? പറയാൻ പറ്റില്ല. എക്കിറ്റൊക്കെയാണ് അതിൽ കയറി നിൽക്കുന്നത്. എക്കിറ്റൊക്കെയുടെ അടുത്ത് വേറെ ആരും എത്തിയിട്ടില്ല അങ്ങനെ പുതിയൊരു സൈനിങ്. അതാണ് ആപ്റ്റ്. എക്കിറ്റിക്ക ഈസ് ഗുഡ്. നമ്മുടെ റിസൾട്ട് എക്കിറ്റിക്ക ഈസ് ഡൂയിങ് വെൽ. And I think ഒരു സർപ്രൈസ് പാക്കേജ് വാസ് ഇഗോർത്തിയ. ബ്രെൻഫോർഡ് ആസ് എ ടീം ഓൾസോ ഭയങ്കര സെൽഫിഷ് ആണ്. അതെ, പക്ഷേ ഒരുപാട് ഇഞ്ചറി ഉണ്ടായിരുന്നു. പിന്നെയും പറയാൻ പറ്റുന്ന എംബുഎമ്മയാണ് യുണൈറ്റഡില്. എംബുഎമ്മയെ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് തോന്നി യുണൈറ്റഡില്. അത് പുതിയ സൈനിങ് ആയിരുന്നു. വേറെ ലീഗിൽ നിന്ന് വന്ന് ഇവിടെ കളിക്കുന്ന ആള് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എക്കിറ്റിക്ക് മാത്രമേ പറയാൻ പറ്റൂ. അതെ, പിന്നെ കുറച്ച് പെർഫോമൻസ് ഉണ്ട്. അവർ അധികം കളി കളിച്ചിട്ടില്ല. അപ്പൊ സിറ്റിയിലെ റേഞ്ചേഴ്സ് ആയാലും ചെർക്കി ആയാലും അധികം മാച്ച് കളിച്ചിട്ടില്ല. അത് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല.
പിന്നെ വോൾട്ടമാർ പേഴ്സിക്യൂട്ട് It's good. അതെ വോൾട്ടമാർ അതാണ് ഈ സീസൺ വോൾട്ടമോടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വേറെ ക്ലബ്സിലെ ഫാൻസിനെ ഓൾസോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വേറെ ഒരു അൺബൈസ്ഡ് പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് എവറി ക്ലബ് വുഡ് ഫീൽ ദാറ്റ് ദ സീസൺ ഹാസ് നോട്ട് കിക്ക്ഡ് ഓൺ യെറ്റ്, അല്ലേ? ഒരു സീസൺ അതിന്റെ ഒരു ചൂട് വന്നിട്ടില്ല ഇതുവരെ. ലൈക് യു കാൺ തിങ്ക്. എനിക്ക് നമുക്ക് മേ ബി തോന്നാത്തോണ്ടായിരിക്കും. അല്ല, ഇപ്പം വേറെ ഫാൻസിനോട് ചോദിക്കുമ്പോഴും ഒരു റിമാർക്കബിൾ ആയ ഒരു റിസൾട്ട് ഇപ്പം ആർസണൽ ഫാൻസിനോടാണെങ്കിലും അതിപ്പോ 2 പോയിന്റ് ഗ്യാപ്പ് ആയതുകൊണ്ട് പറയത്താണ്. ഒരു 6-7 പോയിന്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർ പറയും പേടിച്ചിരിക്കുകയാണ്. 6-7 പോയിന്റിന്റെ ഗ്യാപ്പ് വരുമ്പോ ഉണ്ട് ഒരു ഫീലും ഇപ്പോഴുള്ള ഫീലും വ്യത്യാസമില്ലേ ഒരു സീസൺ പോയിന്റ്. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അങ്ങനെ തോന്നാനുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു പോഡ്കാസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രീമിയർ ലീഗിലെ ടീമുകളുടെ പ്ലേയിങ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് മാറി. അപ്പൊ അത് കാരണം ഇപ്പൊ സെറ്റ് പീസസ് ഓറിയന്റഡ് ആയിട്ടുള്ള, ലോങ് ബോൾസ് ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു പ്ലേയിങ് സ്റ്റൈലിലേക്ക് പല ടീമുകളും മാറിയിട്ടുണ്ട്. അത് ഫാൻസിന് അങ്ങ് പിടിക്കാത്തൊരു അവസ്ഥയുണ്ട്. അത് കാരണം ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യാത്ത, നല്ല രസമായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സോ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ കളിക്കുന്ന ആൾക്കാര് ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം വരുന്നത് അതാണ്. നമ്മൾ സ്ലോ പാസിംഗ് ആണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. നമ്മള് സ്പീഡില് ഗെയിം കൊണ്ടുപോകുന്നില്ല. ഇതേപോലെ തന്നെ ഈ സെറ്റ് പീസസ് ഓറിയന്റഡ് ആയി കളിക്കുന്ന ടീമുകളും അവര് അങ്ങനെ സ്പീഡിൽ അങ്ങനെ പാസ് ചെയ്യുന്നില്ല. അവര് സെറ്റ് പീസസിനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഒരു ഫുട്ബോൾ ആണെന്നുള്ള ഒരു ഫീല് എന്ന് പോകുന്നതാണ്. മിഡ് ടേബിൾ മീഡിയോക്രിറ്റി എല്ലാ ക്ലബിനും ബാധിച്ച പോലെ. Other than Arsenal and City, you can say everybody is in that അങ്ങ് എത്തുന്നില്ല എന്നാ അത്ര മോശമല്ല. ലൈക് യുണൈറ്റഡ് ആർ നോട്ട് ആസ് ബാഡ് ആസ് ദേ വർ ലാസ്റ്റ് സീസൺ. ഒരു എന്താ പറയാ, ഒരു അബിസ്മൽ അല്ല. ഓക്കെ, എവർട്ടൺ ഓക്കെ, ചെൽസി ഓക്കെ, സ്പേഴ്സ് ഇപ്പൊ ലേശം മോശം 2 കളി ജയിച്ചാൽ ഓക്കെ, ന്യൂകാസിൽ എല്ലാരും ആ ഒരു മിഡിയോക്രിറ്റി, മിഡ് ടേബിൾ മിഡിയോക്രിറ്റിയിലേക്ക് വന്ന ഒരു ഫീൽ. നമ്മള് ബേസിക് ചെയ്തു കഴിഞ്ഞാൽ ടോപ്പ് 4 എത്താനുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ പ്രീമിയർ ലീഗിൽ ഉള്ളത്. Exactly. And at the same time, എക്സ്ട്രാ ഒന്നും ചെയ്യണ്ട. The same time, I feel the season has been good for promoted teams. നമ്മളത് വിട്ട് ടച്ച് ഓൺ ലൈക്ക് സണ്ടർലൻഡ് ആണെങ്കിലും ലീഡ്സ് ആണെങ്കിലും നമ്മുടെ ബേൺലി ആണെങ്കിലും. അറ്റ് ദ സെയിം ടൈം ഈ സീസണിൽ അധികം മാനേജർ സാക്കിങ്സും ഉണ്ടായിട്ടില്ല. വോൾവ്സിന്റെ മാനേജർ അല്ലാണ്ട് വേറെ ഏതാണ് സാക്കിങ് വന്നിരിക്കുന്നത്? വെസ്റ്റ് ഹാം, വെസ്റ്റ് ഹാം വന്നു, നോട്ടിംഗ്ഹാം ഫോറസ്റ്റില് വന്നു. അതെ കുറച്ചുകൂടിയൊക്കെ വരേണ്ടതായിരുന്നു, കാണേണ്ടതായിരുന്നു പെർഫോമൻസ്. അവിടെയാണ് മിഡിയോക്രിറ്റി. അതായത് നോട്ട് ആസ് ബാഡ് ആസ് യു തിങ്ക് ഇറ്റ് ഈസ്, ബട്ട് ഇറ്റ്സ് നോട്ട് ആസ് ഗുഡ് ആസ് യു വാണ്ട് ടു ബി. സംവെയർ ലൈക്ക് maybe second half of the season. I'm talking as a unbiased fan now. I want the season to, എനിക്ക് ഇപ്പം ലിവർപൂൾ ഫാൻ ആയതുകൊണ്ട് ഏറ്റവും ടെൻഷനോടെ ഞാൻ കണ്ട മാച്ച് ഇസ് ഓൺലി ന്യൂകാസിൽ വേഴ്സസ് ലിവർപൂൾ. ഇസാക്കിന്റെ ഒരു ഒരു ട്രാൻസ്ഫറിന്റെ ചൂടില് ആ ഒരു എക്സൈറ്റ്മെന്റ്. Other than that, I barely saw any game which was fun for us as Liverpool fans, and other matches as well. North London derby was not great, alle. North London derby was very lukewarm. Manchester derby arjichu ഓർമ്മ നോക്കണം. Anyway, so we'll move on to this weekend's game now. അധികം സംസാരിക്കാനില്ലാത്ത ഒരു മാച്ചാണ്. ഇഫ് ലിവർപൂൾ ഇതിൽ ശരിക്കും നമുക്ക് വലിയ എന്താ പറയാ, there is no room for error or anything. Liverpool simply can't lose this game. Liverpool simply can't draw this game. They have to win it. ഇതിനകത്ത് വുൾസിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സ്റ്റാഡ് ലാർസൻ പോകാൻ ഒരുങ്ങുന്നു പറയുന്നു. ബാക്കിയുള്ളവർക്ക് അവിടെ നിൽക്കണം പോണോ എന്നല്ല അവർക്ക് അറിയില്ല. ഒരു ടോട്ടലി ഈ ലീഗിലെ തന്നെ ഏറ്റവും ഡിസറയിലുള്ള ക്ലബ്ബാണ്. ഫാൻ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് ഓണർഷിപ്പിനെതിരെ.
nobody knows what is happening in the club and we are playing them at home after Christmas. എനിക്കിപ്പം ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ആകെയുള്ള നമുക്ക് വറി സൊബോസ്ലൈ ഇല്ല, കൊണാട്ടെ ഹാസ് നോട്ട് ട്രെയിൻഡ് എന്നാണ് പറയുന്നത്. വേർഡ്സ് ഇസ് ഓക്കെ. ഇസാക്ക് as you all know out for next till March April 2 months. So എക്കിടിക്ക് മാത്രമേ ഉള്ളൂ. സോ ഇതിനകത്തിപ്പം ഫിറ്റ് ആയവരൊക്കെ കളിക്കും. ഗണേശനെ എന്താ തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക്? എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ പറയാം. എനിക്ക് പറയുകയാണെങ്കിൽ ബോൾസ് ഗെയിം നമ്മൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്യും, എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നു. ഏത് നമ്മൾ മേ ബി കപ്പടിക്കുന്ന ഫോം ആയാലും ശരി, ടോപ്പ് 4ലേക്ക് പോകുന്ന ഫോം ആയാലും ശരി, ഏത് ഫോം ആയാലും ബോൾസിനെതിരെ നമ്മൾ എന്തായാലും സ്ട്രഗിൾ ചെയ്യും. ചിലപ്പോൾ 90th മിനിറ്റിലൊക്കെയാണ് വിന്നർ അടിച്ച് ജയിച്ചത്. അങ്ങനെ ഒറിഗിയുടെ വിന്നർ സാല അസിസ്റ്റ് ചെയ്തത്, അങ്ങനെയൊക്കെയാണ് ബോൾസിന്റെ കൂടെ ജയിക്കാറ്. പിന്നെ മറിച്ച് നമ്മുടെ തലവേദന നോക്കുകയാണെങ്കിൽ മറ്റേ ക്വാങ് ഉണ്ട്. ക്വാങ് ആണ് നമ്മുടെ ഏറ്റവും വലിയ തലവേദന. സോ നമ്മുടെ വാൻഡേക്ക് ആവട്ടെ, വാൻഡേക്കിന് ഇതുവരെ മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കൊണാട്ടെ ആവട്ടെ, കൊണാട്ടയ്ക്ക് ഇതുവരെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ എതിരെ ഗോൾ അടിക്കും. സോ ഞാൻ ബോൾസിന്റെ ഈ പുവർ ഫോം ഞാൻ കണക്കിലെടുക്കുന്നേ ഇല്ല. ദേ വിൽ ബി കമ്മിങ് ആസ് എ ഫ്രഷ് ടീം. എന്തായാലും അവരുടെ ഫുട്ബോൾ എന്തായാലും ഡിസ്പ്ലേ ചെയ്യും. സോ നമ്മള് സൂക്ഷിച്ച് കളിക്കേണ്ട കളിയാണ്. അവരെന്തായാലും തോൽക്കും എന്ന് പറഞ്ഞിട്ട് ഇത്രയും കളി തോറ്റു, ഈ കളി തോൽക്കും എന്ന് പറഞ്ഞിട്ട് നമ്മള് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇറ്റ് മൈറ്റ് ബി എ ബെറ്റർ ഡേ ഫോർ ദം, നമുക്കറിയില്ല. സോ വി ഹാവ് ടു ബി വെരി എന്താ പറയാ, ഇറ്റ്സ് എ വൈറ്റൽ ഗെയിം ആക്ച്വലി. നമ്മള് സില്ലി ഗെയിം പോലെ ഞാൻ കണക്കെടുക്കുന്നില്ല. നമ്മള് പഴയ റോബിൻ ഹുഡ് ഉണ്ട്, പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കും, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോ ആ ഒരു പരിപാടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വോൾസ് അവിടെ ജയിക്കും. പിന്നെ ഹോം മാച്ച് ആണ്, ആൻഫീൽഡാണ്, അതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് 4 റൺ ആൻഫീൽഡിലാണ് ഉള്ളത്. സോ പുറത്തു പോയാലാണ് ജയിക്കുന്നത്, എവേ മാച്ചൊക്കെയാണ് ജയിക്കുന്നത്. സോ അത് നോക്കിയിട്ട് കാര്യമില്ല. സോ പോരാത്തതിന് നമ്മുടെ പ്ലേയേഴ്സ് കുറെ പേര് ഇഞ്ചറി ആണ്, സസ്പെൻഷൻ ആണ്. സോ സൊബോസ്ലായില്ല. സോ ആരാണ് അത്രയധികം ഓടി കളിക്കുക, അതൊരു ചോദ്യചിഹ്നമാണ്. പിന്നെ പറയുകയാണെങ്കിൽ കൊനാട്ടെ ട്രെയിൻ ചെയ്തിട്ടില്ല. ആരായിരിക്കും സെന്റർ ബാക്ക് പെയർ എന്നറിയില്ല. മേ ബി യൂഷ്വലി കൊനാട്ടെ ഇല്ലാത്ത സമയത്ത് ഗോമസാണ് കളിക്കുക, ഗോമസും ഇല്ല. സോ ഗ്രാവൻബർച്ച് ആയിരിക്കും. റൈറ്റ് ബാക്ക് ഇസ് നോട്ട് എ പ്രോബ്ലം. ബ്രാഡ്ലി ഉണ്ട്, ഫ്രിംപോങ് ഉണ്ട്. ലെഫ്റ്റ് ബാക്ക് ഇഷ്യൂ ഇല്ല. മിഡ്ഫീൽഡ് മക്കാലിസ്റ്റർ കളിക്കേണ്ടി വരും. കർട്ടിസ് ജോൺസ് ഷുഡ് ബി ആസ് നമ്പർ 6 ആയിട്ട് ഡീപ്പ് റോളിൽ കളിപ്പിക്കണം, DLP ആയിട്ട് കളിപ്പിക്കണം. പിന്നീട് ഉള്ളത് നമ്മുടെ മക്കാലിസ്റ്റർ ഉണ്ട്. പിന്നെ കിയേസയ്ക്ക് ഇന്ന് നാളെ കളിച്ചില്ലെങ്കിൽ പിന്നെ എപ്പ കളിക്കാനാണ്? പിന്നെ ആരാ ഉള്ളത് മിഡ്ഫീൽഡിന്? മൂന്നാമത്തെ ആള് പറഞ്ഞേ കർട്ടിസ് ജോൺസ് ഉണ്ട്. ഫുൾ ഫിറ്റ് ആണ്. It will be Frimpong, Gravenberch, Van Dijk, Robertson or Kerkes. Midfield Curtis, McAllister. അടുത്ത ആളാരാ? ന്യോണിക്ക് ചിലപ്പം കളി കിട്ടുമായിരിക്കും. അന്ന് ബ്രാഡ്ലിനെ കളിച്ചിട്ട് ഫ്രണ്ടില് ഫ്രിംപോങ്ങിനെ കളിപ്പിച്ചൂടെ? Stick with 4-3-3. I won't discount Robertson playing as a center back. വാൻഡേക്ക് ആ സൈഡ് കളിക്കേണ്ടി വരുമല്ലോ, പുറത്ത് കളിക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടാവില്ലേ? വാൻഡേക്ക് അപ്പുറത്ത് കളിക്കാൻ പറ്റില്ല. പിന്നുള്ള സാധ്യത പറഞ്ഞ ന്യോനി കളിക്കുക എന്നുള്ളത് തന്നെയാണ് ശരിയാ. എനിവേ ഞാൻ ഈ ഗണേശ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞങ്ങള് 3 at the back ഒന്നും കളിക്കില്ല, രണ്ടുപേരും ഇല്ല. അപ്പൊ പിന്നെ 3 കളിക്കാൻ സാധ്യതയില്ല. 3 at the back ആണെങ്കിൽ ഐ അഗ്രി. നമ്മള് പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ട്. There will be lot of void space.
അതാണ് എനിക്ക് Anyway, പറയുന്നത് ഞാനേ നേരത്തെ ബെറ്റർ ഇത് പറയുകയാണെങ്കിൽ ഗണേശ് പറഞ്ഞില്ലേ ഫ്രണ്ട് മറ്റേ ബ്രാഡ്ലിനെ റൈറ്റ് ബാക്ക് ആയിട്ട് ഇട്ടിട്ട് അതൊന്നും സാധ്യത ഇല്ലാതില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഫുൾ മിനിറ്റ്സ് രണ്ടുപേർക്കും കളിക്കാൻ പറ്റില്ല. ഫ്രിംപോങ്ങും അതെ, ബ്രാഡ്ലി അതെ, ഫുൾ 90 കളിക്കാനായിട്ടില്ല. അപ്പൊ എന്തായാലും ഒരാളെ സബ് കൊണ്ടുവരുന്നത്. അതെ അതെ അതെ. നമ്മൾ അക്കാഡമിയിൽ നിന്ന് ബ്രാഡ്ലി ലക്കിയോ ബില്ലിങ്ങോ അങ്ങനെ ആരെങ്കിലും നമ്മൾ ട്രൈ ചെയ്യോ? ലക്കി ഉണ്ട്, കാൽവിൻ രാംസി ഉണ്ട്, പില്ലിംഗ് എന്ന് പറഞ്ഞൊരു പ്ലെയറും ഉണ്ട്. പില്ലിംഗ് എന്ന് പറഞ്ഞൊരു പ്ലെയറും ഉണ്ട്. മറ്റവരില്ലേ നല്ല ഒരു പ്ലെയറാ. വേണ്ട റെഡ് കാർഡ് മേടിക്കുന്നു പേടിയുണ്ടോ? അല്ലെങ്കിൽ മാമയെ ഗോളിയാക്കിയിട്ട് സെന്റർ ബാക്കിൽ കിട്ടി. അതാണ് സീസണിലെ 450 ഗണേശ് നേരത്തെ പറഞ്ഞല്ലോ അത് ടഫ് ഗെയിം ആയിരിക്കും എന്നുള്ളത്. അതെനിക്ക് തോന്നണില്ല കേട്ടോ, ടഫ് ഗെയിം ആയിരിക്കും. നമ്മളൊരു 4-5 ഗോളിന് ജയിക്കേണ്ട ഒരു കളി വരാൻ സമയമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഈ കളി ആവാനാണ് മിക്കവാറും സാധ്യത. എക്കിറ്റിക്ക് നല്ല ഫോമിലാണ്, വേർഡ്സ് തിരിച്ചു വന്നു തുടങ്ങി. വേർഡ്സ് നല്ല ഫോമിലാണ് ഇപ്പോ. വേർഡ്സ് മറ്റേ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു ഇതിലേക്കൊക്കെ എത്തി. ഐസാക്കിനുള്ള അസിസ്റ്റ് ഒക്കെ കിട്ടുമായിരുന്നു. വേർഡ്സ് നല്ലോണം ഓടി കളിക്കുന്ന പ്ലെയർ ഒക്കെയാണ്. എനിക്ക് അത് ഫീൽ ചെയ്യണത് ഒരു 4-5 ഗോളിന് ജയിക്കാനുള്ള കളിയായിരിക്കും ഇത് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എക്കിറ്റിക്ക് ആൻഡ് കിയേസ അപ്ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഗ്രാവൻ വേർഡ്സ്, കേർട്ടിസും മെക്കാലിസ്റ്റർ മിഡ്ഫീൽഡ് വെച്ചിട്ട് അല്ലേ? അതെ, കേർട്ടിസും രണ്ടും ഇഞ്ചടാ. അപ്പോ ഒരാൾ വേണ്ടേ? ന്യോണി വിൽ സ്റ്റാർട്ട്. നോനി സ്റ്റാർട്ട് ചെയ്യണ്ടാവും. നോനി സ്റ്റാർട്ട് ചെയ്യണ്ടാവും. കൊറേ അക്കാഡമി പ്ലേയേഴ്സ് വരും ബെഞ്ചില്. ബെഞ്ച് നല്ല രസമായിരിക്കും കാണാൻ. കുറെ അക്കാഡമി പ്ലേയേഴ്സ് ഉണ്ടാവും. റാംസേ ഉണ്ടാവും, ലക്കി, പില്ലിംഗ് ഒക്കെ ബട്ട് ഒരു സീസൺ വൈസ് വോൾഫിനെ തോപ്പിച്ചേ പറ്റൂ. ഡ്രോ പോലും ഇസ് എ ബാഡ് റിസൾട്ട്. ഞാനതാ പറയുന്നത്, കേക്ക് വാക്ക് ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഐ തിങ്ക് വി ക്യാൻ വിൻ 3-0. I think 5-0. 5-0. എഴുതി വെച്ചോ ഗണേശ, എഴുതി വെച്ചോ. ഞാൻ 3-1 ആണ്. എന്തായാലും അടിക്കും, നമ്മുടെ കൂടെ എന്തായാലും അടിക്കും, ഉറപ്പാണ്. No Isaac, no Szoboszlai, no Salah, no Gakpo, no Konate as things stand. പിന്നാര നോ ഗോമേസ്, പിന്നാരല്ല ഇല്ലാത്ത ഇതൊക്കെ തന്നെ. സാല അതൊന്നും പ്രശ്നമില്ല. സ്റ്റേയിങ് ഓൺ ദ ടോപ്പിക്, ഈ ഗെയിം കഴിഞ്ഞാൽ ഒരു മാച്ചും കൂടി ഉണ്ട്. ബട്ട് ഓൾറെഡി കോൺവെർസേഷൻസ് അബൌട്ട് സെമെന്യോ ഗോയിങ് ടു സിറ്റി ഓൺസ്റ്റീൻ പറഞ്ഞു. സോ ഇനി അതിൽ എന്തെങ്കിലും മിറക്കിൾ നടന്നാലേ സെമെന്യോ നമുക്കുള്ളൂ. സോ ഷോർട്ട് സെന്റർ ബാക്ക് ഇല്ല. വി ആർ ഗോയിങ് ഇൻ ടു എ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് സ്റ്റേജ് വിതൗട്ട് more than 2, without a backup. ഗോമേസിനെ നമ്പാൻ പറ്റില്ല. We can't look at Leone is not coming back this season. അപ്പോ ഒരു സെന്റർ ബാക്കും ഒരു ഫോർവേഡും എത്രയും പെട്ടെന്ന് നമുക്ക് വേണം. ഇതുവരെയുള്ള ടാർഗറ്റ്സ് വെച്ചിട്ട് Adeyemi is one name that is you're hearing. Then the second name you're hearing is Depay, Memphis Depay, പഴയ യുണൈറ്റഡ് പ്ലെയർ. പിന്നെ ഉള്ളൊരു പേര്, ഒരു ഔട്ട്ലാൻഡിഷ് പേര് വേണം പറയാം, ബാർക്കോള. അത് അതിലെത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. മിഡ്ഫീൽഡില് ദർ ആബ്സല്യൂട്ട്ലി നോ നെയിംസ്. ഒരുപാട് പേർക്ക് വാർട്ടൻ ഒക്കെ വേണമെന്ന് പറയുന്നു. ബട്ട് ഐ ഡോണ്ട് സീ ഇറ്റ് ഹാപ്പനിങ് ഇൻ ദ സമ്മർ, ഐ മീൻ ദ വിന്റർ. അത്രയും റേറ്റ്. സോ ഗേഹി ഇസ് ലുക്കിംഗ് ബ്ലീക്ക് എന്നാണ് ലാസ്റ്റ്
ഇത് എനി അതർ പ്ലെയർ ഗണേശ ആരെങ്കിലും യു തിങ്ക് ഉണ്ടോ? ഇല്ല, റൂമർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നീ പറഞ്ഞ പോലെ മെംഫിസ് ഡിപ്പായ് ഉണ്ട്. അതുപോലെ അതായത് നമ്മൾ ഈ ഗ്യാപ്പ് സ്റ്റോപ്പ് ഗ്യാപ്പ് സൈനിങ് ഒക്കെ നടത്തില്ലേ, സ്റ്റീവൻ കോക്കറിനെ ഒക്കെ പോലെയുള്ള ഒരു സൈനിങ് ആയിട്ട് മെംഫിസ് ഡിപ്പായ് ഉണ്ട്. പിന്നെ സോർലോത്ത് ഉണ്ട് നമ്മുടെ അത്ലറ്റിക്കോ മാഡ്രിഡ്. അവിടെ പ്ലേ ടൈം കിട്ടാത്തോണ്ട് ഇറ്റ്സ് എ ലോൺ മൂവ്. നമ്മള് ലോണിലാണ് ഞാൻ റൂമർ കണ്ടത്. നമ്മൾ ട്രൈ ചെയ്തൊന്നും അറിയില്ല. സെബിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ ആവുന്നത് വരെ എന്ത് സംഭവിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര് ഇങ്ങനെ ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. റിച്ചർഡ് ഹ്യൂക്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ നടക്കാം. ഹൈജാക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നറിയില്ല. പ്ലെയർ പ്രിഫറൻസ് അങ്ങോട്ടാണ്. സോ സെന്റർ ബാക്ക് ഗേഹി അല്ലാണ്ട് വേറെ ഒന്നും കേൾക്കുന്നില്ല. സെന്റർ ബാക്ക് ഓസ്കർ മിങ്വെസൺ റൂമർ ഉണ്ട്. സോ ഹി ക്യാൻ ഓൾസോ പ്ലേ സെന്റർ ബാക്ക്. സോ അങ്ങനെ കുറെ റൂമേഴ്സ് ഉണ്ട്. I heard Thiago Silva is going to Porto again. So he's coming back to Europe again. So നമുക്ക് ട്രൈ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. He's actually doing good ഇപ്പോഴും. ഈ വയസ്സിലും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. സൈനിങ്സ് എനിക്ക് തോന്നില്ല ഈ സമയത്ത് പറഞ്ഞ പോലെ വല്ല ലോൺ സൈനിങ്സ് ഒക്കെ ആരെങ്കിലും വന്നാൽ തന്നെയുള്ളൂ. അതും സെന്റർ ബാക്കിൽ അങ്ങനെ ലോൺ സൈനിങ്സ് ഒന്നും നടത്താനുള്ള സാധ്യത കാണില്ല. അറ്റാക്കിങ്ങിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. സെന്റർ ബാക്ക് പെർമനന്റ് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിക്കണം. അത് ഇത്തവണ വേണ്ടാന്ന് വെച്ച് തൽക്കാലം ഗ്രാവൻബർച്ചിനെ വെച്ച് CB ബാക്കപ്പ് ആയിട്ട് നിർത്താനാണ് സാധ്യത. ഗ്രാംബർഗ് ഉണ്ട്, എൻഡോയ് ഉണ്ട്. ഇവരെ രണ്ടുപേരും CBയുടെ ബാക്കപ്പ് ആക്കി വെക്കുകയും മറ്റ് ഫോർവേഡ് പൊസിഷനിൽ ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്നാലായി. അതും ലോണിൽ. എലിയറ്റിന്റെ ഫ്യൂച്ചർ വിൽ ഓൾസോ വിൽ ബി ബാക്ക് ഫോർ ഷുവർ. ഹി വോണ്ട് സ്റ്റേ ഇൻ ആസ്റ്റൺ വില്ല. പുള്ളിയുടെ വേൾഡ് കപ്പ് ചാൻസസ് മൊത്തം പോയിരിക്കുകയാണ് പോയിട്ട്. എലിയറ്റ് വിൽ കം ബാക്ക്. ഹി മേ ഗോ. എൻഡോന് ഓഫർ വന്നാൽ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പ്രിഡോമിനന്റ്ലി ബിക്കോസ് ഐ റെഡ് സം Japanese they want him to play. അതായത് his place is not in danger, but വേൾഡ് കപ്പില് മാച്ചിന് മുമ്പ് he needs some game time. So he may go on loan probably to somewhere to play മറ്റേ his old club, Augsburg അല്ലേ? ഓക്സ്ബർഗ് അല്ല, സ്റ്റുട്ട്ഗാർട്ട് ആണ്. സ്റ്റഡ്ഗാർട്ട്. അപ്പോ അത് കേൾക്കുന്നുണ്ട്. സോ ഓവറോൾ ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് a busy January window for most teams because Liverpool actually need some players and Baki teams. Not for us. United, Not for us. Busy. ബാക്കിയുള്ളവർക്ക് ബിസി ആയിരിക്കും. യുണൈറ്റഡ് ഓൾസോ ലുക്കിംഗ് ഫോർ മൈനൂനൊക്കെ നമുക്ക് കിട്ടിയാൽ പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ മിഡ്ഫീൽഡിൽ. അവർ തരില്ല, ബട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് അല്ലേ മൈനു ഇൻ ആർ മിഡ്ഫീൽഡ്. അടിപൊളി പ്ലെയർ ആണ്. ഒരു റണ്ണറായി. അതെ. അപ്പോ ഹാപ്പിയാണ് അവിടെ. അതെ. അപ്പോ അതൊന്ന്. We'll look at the fixtures this weekend. Where matches, as we discussed earlier, I think Chelsea versus Villa ആണ് ഒരു as a Liverpool fan also ഒരു top 4 race ന്റെ point of view ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് അല്ലേ? I am going for a 2-2 on that one. അതെ, ഡ്രോ അല്ല, എനിക്ക് തോന്നുന്നില്ല ഡ്രോ ആവുന്നുള്ളത്. ആസ്റ്റൺ വില്ലയുടെ ഫോം വെച്ചിട്ടേ ചെൽസിയുടെ ഇൻകൺസിസ്റ്റൻസിയും വെച്ച് ആസ്റ്റൺ വില്ല ജയിക്കാൻ തന്നെ ചാൻസ്. എനിക്ക് തോന്നുന്നില്ല ആസ്റ്റൺ വില്ലയുടെ ഒരു ഇതിൽ അവര് ജയിക്കാൻ തന്നെ ചാൻസ്. അല്ല, ചെൽസി ആസ്റ്റൺ വില്ല നല്ല ഗെയിം ആയിരിക്കും. ചെൽസി വേ ഓപ്പൺ. ഈ ഡിഫൻസിൽ കാണിച്ചു കൂട്ടുന്ന എറർ ന്യൂകാസിലിന്റെ പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂകാസിൽ 2 ഗോൾ അടിക്കാൻ പറ്റില്ല ഫസ്റ്റ് ഹാഫിൽ. അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആസ്റ്റൺ വില്ല അടിച്ചു കൂട്ടും ഉറപ്പാണ്. സ്റ്റാർട്ടിങ് ഷുഡ് ബി പ്രോപ്പർ. പിന്നെ കുറെ ഗെയിംസ് ഉണ്ട്. യുണൈറ്റഡ് ന്യൂകാസിൽ ഉണ്ട്, അത് നല്ലൊരു ഗെയിം ആയിരിക്കും. യുണൈറ്റഡിന് എംബൂമില്ല, അമാദില്ല. സോ അത് വെച്ച് നോക്കുമ്പോൾ
നല്ലൊരു ഗെയിം ആയിരിക്കും. ഹോം ഗെയിമാണ്. ബ്രൂണോ ഫെർണാണ്ടസും ഇല്ല അല്ലെ? ഇല്ല, ഇഞ്ചേർഡ്. ബ്രൂണോ ഇഞ്ചറിയോ, കുറച്ചു കാലം ഔട്ടായി. മൈനും ഇല്ല, ഡിയാലും ഇല്ല, അതൊക്കെ പ്രശ്നമാണ്. പിന്നെ സണ്ടർലാൻഡ് ലീഡ്സ് ഉണ്ട്, പ്രൊമോട്ടായി വന്ന ടീംസ്. Arsenal versus Brighton will also be a good game. It won't be an easy game for Arsenal. അതെ, യൂഷ്വലി ആർസണലിന്റെ എതിരെ വെൽബെക്ക് നന്നായിട്ട് കളിക്കുകയും ചെയ്യും. അതെ. പാലസ് versus സ്പേഴ്സ് ഉണ്ട്. സ്പേഴ്സിന് ഇനിയും ഉള്ള ഗെയിംസ് മസ്റ്റ് വിൻ ആയി വരും. ഐ തിങ്ക് തോമസ് ഫ്രാങ്ക് ഇസ് റിയലി ഇൻ ഡേഞ്ചർ. ഹി കാൻറ്റ് കീപ് ലൂസിംഗ് ഗെയിംസ് ലൈക്ക് ദിസ്. അതെ, അത് നല്ല മാച്ച് ആയിരിക്കും കേട്ടോ. ആക്ച്വലി ഔട്ട് ഓഫ് ഫോം ടീംസിന്റെ മാച്ചാ. രണ്ടുപേരും ഡിപ്പിലാണ്. ക്രിസ്റ്റൽ പാലസും മോശം ഫോമിലാണ്, സ്പേഴ്സും അതേ മോശം ഫോമിലാണ്. ആരാ ജയിക്കുക എന്നുള്ളതിനേക്കാൾ ആരാ തോൽക്കുക എന്നുള്ളതിന്റെ മത്സരമായിരിക്കും. ആരാ തോൽക്കുക. ഫോറസ്റ്റ് സിറ്റി തള്ളിക്കളയണ്ട കേട്ടോ. നോട്ടിംഗം ഫോറസ്റ്റ് സിറ്റി തള്ളിക്കളയണ്ട. ഫോറസ്റ്റ് അങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ I want some good results and I want the season to come alive. എന്റെ ഒരു ന്യൂട്രൽ ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ I want some മസാല. ആ മസാല ഈ ഗെയിം വീക്കിൽ ഉണ്ടാവും, പേടിക്കണ്ട. നമ്മളായിരിക്കും ചിലപ്പോ തുടങ്ങി വെക്കുന്നത്. പറയാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. ആർസണൽ ബ്രൈറ്റൺ ടോപ്പ് 2 എടുത്ത് നോക്കുകയാണെങ്കിൽ ആർസണൽ ബ്രൈറ്റൺ ഫോറസ്റ്റ് സിറ്റി പിന്നെ ഉള്ളത് ചെൽസി വെസ്റ്റ് ഹാം. നല്ല ഗെയിംസ് ആണ് 3 ഗെയിംസ്. ഇനി സീസൺ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവാൻ കാരണം ഇറ്റ് ഹാസ് റീച്ച്ഡ് ടു എ പോയിന്റ് വേർ ആർസണൽ കാൻ ഡ്രോപ്പ് പോയിന്റ്സ്. അതെ, സിറ്റിയുടെ പോക്ക് ആ ഒരു ട്രജക്ടറിയിലാണ്. ഒരു ആർസണൽ ഡ്രോ ആൻഡ് സിറ്റി വിൻ ഒപ്പത്തിനൊപ്പമാണ്. അടിപൊളി കളി. രണ്ടുപേരും ഈക്വൽ പോയിന്റ്സിൽ നല്ല റിസൾട്ടായിരിക്കും. അവര് ജയിക്കുക ഇവരും ജയിക്കുക, അങ്ങനെ പോണം. അങ്ങനെ പോയാൽ അടിപൊളി ഉണ്ടാവും കളി കാണാൻ. ചെൽസി വില്ല ഡ്രോ വിൽ ബി എ ഗുഡ് റിസൾട്ട് ഫോർ us. നമുക്ക് പിന്നെ ടോപ്പ് 4 മതി. പിന്നൊരു കാര്യം, 2 ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ആയി, യു നെവർ നോ. എനിക്ക് വേണ്ടത് അതാണ്. ഐ വോണ്ട് ടു, അതായത് നമ്മൾ ചിലപ്പോ ഇപ്പം അൺബീറ്റൻ ആണ് ലാസ്റ്റ് നവംബർ തൊട്ട്, ബട്ട് ഐ വോണ്ട് ടു സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ഗെയിംസ്. എന്താണ് സംഭവിക്കുക? ഇപ്പൊ വേർഡ്സിന് ഒരു 5 മാസമായി. ഐ ഹോപ്പ് ഹി കംസ് അലൈവ് ആൻഡ് ഷോസ് ലൈക്ക് ഹീസ് എ സൂപ്പർ സ്റ്റാർ. യു നോ, ലൈക്ക് if you are that special player, this is time for him to step up, to rise up, you know. ആ ഒരു കൊട്ടീനിയോന്റെ ആ ഒരു വൈബ്, അല്ലെങ്കിൽ സലാ മാനെ വന്നപ്പോൾ ഇപ്പൊ ടൈം കിട്ടിയല്ലോ. 5 മാസമായി. He's playing well. He's been playing consistently well. ഈ മാസം ഇത് നല്ല ഫിക്സ്ചറാണ് ഈ മാച്ച് എന്നുള്ളത്. വേറെ കാര്യം കൂടി ഉള്ളത് ഇതിലെന്താ വെച്ചാൽ സൊബോസ്ലായി കളിക്കണില്ലേ. അപ്പൊ ഫ്രീ കിക്സില് വേർഡ്സിന് നല്ല ചാൻസ്, ഫ്രീ കിക്ക് കിട്ടിയ വേർഡ്സ് ആയിരിക്കും എടുക്കുക. സാല ലിവർപൂളിലേക്ക് അല്ല, സാല അവിടുന്ന് ഇങ്ങനെ ലേ ഓഫ് കൊടുത്തിട്ട് അസിസ്റ്റ് മേടിക്കും. സ്ലോട്ടിന് ലാസ്റ്റ് 15 days we have played only, including tomorrow's game, we have played only 2 games. So പുള്ളിക്ക് എന്തെങ്കിലും സ്ലോട്ട് ബോൾ ഉണ്ടെങ്കിൽ it should be seen in these games അല്ലേ? Because Szoboszlai suspended അല്ലേ? അവർ ട്രെയിനിങ്ങിൽ ഇവരൊക്കെ ട്രെയിൻ ചെയ്ത് ഒരു സ്റ്റൈൽ പാറ്റേൺ ഒക്കെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. പ്രതീക്ഷയാണല്ലോ എല്ലാം. അതുകൊണ്ട് നമ്മള് ഒരു കണക്കിന് സൊബോസ്ലൈയുടെ പറഞ്ഞപ്പോൾ ഒരു കണക്കിന് സൊബോസ്ലൈക്ക് യെല്ലോ കാർഡ് കിട്ടിയത് നന്നായി. ഒരു മാച്ച് റെസ്റ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ആയി. ഇല്ലെങ്കിൽ എങ്ങനെ റെസ്റ്റ് ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 ദിവസം ഓഫ് കിട്ടി. പിന്നെ ഈ ഒരു മാച്ച് വോൾസ് ആയതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ പറയലടാ, അല്ല അങ്ങനല്ല. if you wanted Szoboszlai to miss a game in Premier League, നന്നായിട്ട് ഓടും. ഞാൻ കുറച്ച് 2-3 കളിയുടെ ഗ്ലിംസസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാടൊന്നും ഫുൾ ടൈം ഒന്നും കണ്ടില്ല.
നമ്മുടെ ടീം മോശമായിരിക്കും, നമ്മൾ കളിക്കുന്നില്ലായിരിക്കും, നമ്മൾ ചിലപ്പോൾ തോക്കുമായിരിക്കും, ഡ്രോ ആയിരിക്കും, പക്ഷെ വോൾസ് നല്ല മോശം. വോൾസ് സഹിക്കാൻ പറ്റില്ല, അത്രയും മോശം. എനിക്ക് തോന്നുന്നു ഡെർബി കൗണ്ടി അവര് നല്ല അല്ല അവര് നല്ല ഓട്ടാന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. അവര് ഓടിക്കൊണ്ടിരിക്കുന്ന ചാമ്പ്യൻഷിപ്പിലേക്കാന്നേ ഉള്ളൂ, വേറെ ഓട്ടൊന്നുമില്ല. ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് പേടിയാവുന്നത് പറയുകയാണെങ്കിൽ. അല്ല, നമ്മുടെ റിസൾട്ട് അല്ല, അതായത് ഞാൻ പറയുന്നത് നമ്മുടെ കൂടെ അവര് ജയിച്ചാലും ഞാൻ പറയും അവര് ഭയങ്കര മോശമെന്നേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞത് that there is no way where we can lose or draw this game. കാരണം ഡിഫോൾട്ട് വിൻ ആണ്. ഡിഫോൾട്ട് വിൻ. ഓക്കെ, അപ്പൊ നോട്ടില് ഗണേശന്റെ ടെൻഷനില് സുദീപിന്റെ പോസിറ്റിവിറ്റിയില് എല്ലാരും ഈ ക്രിസ്മസും ന്യൂ ഇയറിനും തിരക്കൊക്കെ ആയിരിക്കും. അപ്പൊ അതിനിടയിൽ പ്രീമിയർ ലീഗ് മാച്ചസ് കാണുക. വിൽ സി. ആഫ്കോൺ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മാച്ചസ് കാണുന്നുണ്ട്. ആഫ്കോണിന്റെ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ സുദീപ് ഒരു ഷോ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ചെയ്യണ്ടേ? പിന്നെ ചെയ്യണം. 5 in 5 ആണ്. മുഹമ്മദ് സാഹിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് അവിടെ ഇവിടെ മോശമായിട്ട് അങ്ങനെ പല കാര്യങ്ങളും പറയാനുണ്ട്. നമുക്ക് എന്തായാലും പറയാം. We'll be doing an AFCON show hopefully after the group stages. Knockouts in ഒരു സാധനം. Good tournament so far. Surprising results ഉണ്ടായിട്ട് നമ്മുടെ പ്രിവ്യൂല് പറഞ്ഞ സ്ഥിരം ടീംസ് അല്ലാതെ ഐ തിങ്ക് ടീംസ് ലൈക്ക് സിംബാബ്വെ they've done well, better than expected. Senegal are looking good. ഫിനിഷിംഗിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ബട്ട് ദെൻ സെക്കൻഡ് ഹാഫ് ദേ കെയിം ബാക്ക് ആൻഡ് ദേ ഡിഡ് വെൽ. ആൻഡ് അപ്പൊ ആഫ്കോണും കാണുക. പ്രീമിയർ ലീഗ് ഈസ് ബാക്ക്. വേറെ ഒരു മാച്ചും ഇല്ല ഈ സമയത്ത്. അപ്പോ എല്ലാരും ഫുട്ബോളും കണ്ട് നല്ല ഫുഡും കഴിച്ച് കിടന്നുറങ്ങുക.